സോളാറിന്റെ കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാരണമാണ് പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഒരു DB മാറിയാൽ തന്നെ ഏകദേശം 12,000 രൂപയുടെ വേരിയേഷൻ വരാം. ഫുൾ വർക്കിന് 10 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ പ്രൈസ് കൂടാനുള്ള കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ നീറ്റ്നെസ്സും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു DC-DB പറയുകയാണെങ്കിൽ ABBയുടെ ബ്രേക്കർ സീറ്റലിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ AC-DBയും ABBയുടെ ബ്രേക്കർ സീറ്റലിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസ്. പിന്നെ ഉപയോഗിക്കുന്ന ട്രേ ഈ പറഞ്ഞൊരു ഫ്ലെക്സിബിൾ ഹോസ് പോലും UV പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഉപയോഗിക്കുന്ന വയർ ക്വാളിറ്റി ഫുൾ എർത്തിങ് എല്ലാം കോപ്പർ ആണ്. അങ്ങനെ പ്രൈസ് കൂടുന്നതിന്റെ കാരണം ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലിന്റെയും ഡിഫറൻസ് വെച്ചിട്ടാണ്. ഇപ്പം ഒരു DB മാറിയാൽ തന്നെ ഏകദേശം 12,000 രൂപയുടെ വേരിയേഷൻ വരാം. അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി വരുന്നത് ഇൻവെർട്ടറിനും ബാറ്ററിക്കും 10 ഇയേഴ്സ് ആണ്. പിന്നെ കൂടാണ്ട് നമ്മൾ ഇൻസ്പയർ കോമൺ ആയിട്ട് ഫുൾ വർക്കിന് 10 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഈ സീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഒഴികെ ബാക്കി ഫുൾ വർക്ക് 10 ഇയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഈവൻ ഒരു സ്ക്രൂ അല്ലെങ്കിൽ ഒരു വയർ ടൈ പൊട്ടിപ്പോയാൽ പോലും നമ്മളത് 10 ഇയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഹൈബ്രിഡ് സോളാറിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.